കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ അവധിക്ക് ശേഷം തിരികെ എത്തി. 15 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ചെയർമാൻ സനീഷ് ജോർജ് ഇന്ന് ഓഫീസിലെത്തിയത്. അതേസമയം ചെയർമാനെ പുറത്താക്കുവാൻ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. അധികാരത്തിലേറ്റിയ മുന്നണി തന്നെ ചെയർമാനെതിരെ അവിശ്വാസവും രേഖപ്പെടുത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് തൊടുപുഴയിൽ. LDF പിന്തുണയോടെ അധികാരത്തിലേറിയ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായതോടെ രാജിവെക്കുവാൻ LDF ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം നിരസിച്ചതോടെ ചെയർമാനെതിരെ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. LDFന്റെ 13 കൗൺസിലർമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് കൈമാറിയത്. ഇതിനിടെ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് 2 ആഴ്ചത്തെ അവധിക്ക് ശേഷമാണ് തിരികെ എത്തിയത്. ആരോപണം തെളിയിക്കേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും സത്യസന്ധമായിട്ടാണ് വിജിലൻസിന് മൊഴി നൽകിയതെന്നും ഓഫീസിൽ തിരികെ എത്തിയ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ രാജിവെക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതാണോ ഞാൻ രാജിവെക്കാൻ പറഞ്ഞിട്ടും രാജിവെക്കാൻ വിജിലൻസിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. വിജിലൻസ് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 100% സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയർമാൻ മൊഴി തന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെ സത്യമായിട്ട് പറഞ്ഞിട്ടില്ല. സത്യസന്ധമായ ഒരു കാര്യമല്ല. ആരോപണ വിധേയനായി എന്ന് മാത്രമാണ് ആ വിഷയമായത്. ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം ആര് കൊണ്ടുവന്നാലും പിന്തുണയ്ക്കുമെന്ന് UDFും BJPയും വ്യക്തമാക്കി. ആരാണോ പിന്തുണ കൊടുത്ത് കയറ്റിയിരുത്തിയത് അവർ തന്നെ അവിശ്വാസത്തിലൂടെ ചെയർമാനെ പുറത്താക്കണം എന്ന് തന്നെയാണ് UDF നേരത്തെ പോലും പറയുന്നത്. അവിശ്വാസം ഈ ചെയർമാനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നും LDF അവിശ്വാസത്തിന് കൊണ്ടുവരണമെന്നും അവിശ്വാസം കൊണ്ടുവന്ന് വരികയാണെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം ചെയർമാൻ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വാർഡിലെ കൗൺസിലർ ഒഴിവാക്കി 33 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ 33 പേരുടെ വോട്ട് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നഗരസഭയിലെ 12ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായാണ് സനീഷ് ജോർജ് വിജയിച്ചത്. സനീഷ് ജോർജിനെയും 9ാം വാർഡിൽ നിന്നും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി ജയിച്ച ജെസി ജോണിയെയും ഒപ്പം ചേർത്താണ് LDF നഗരസഭാ ഭരണം പിടിച്ചത്. ചെയർമാനെ അധികാരത്തിലേറ്റിയ അതേ മുന്നണി തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനും മുൻകൈയെടുക്കുന്നു എന്ന പ്രത്യേകതയും തൊടുപുഴ നഗരസഭ സാക്ഷ്യം വഹിക്കുന്നു. ജനം, ഇടുക്കി.